السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. തെറ്റ് ചെയ്യുവാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ തെറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വന്തം അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ വരികയോ അല്ലെങ്കിൽ മറ്റൊരാൾ ഓർമ്മപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ഹൃദയം നടുങ്ങി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റിൽ നിന്നും പിന്മാറുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നതും അത് കൃത്യനിഷ്ഠതയോടുകൂടെ നിർവഹിക്കുന്നതും സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. അള്ളാഹു നൽകിയതിൽ നിന്നും ആത്മാർത്ഥമായി അവൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നതും സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. യഥാർത്ഥ വിശ്വാസികളുടെ 5 ഗുണങ്ങൾ വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻഫാലിലെ 2, 3, 4 വചനങ്ങളാണ് ഇന്ന് ഈ ദർസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. നിശ്ചയമായും സത്യവിശ്വാസികൾ അള്ളാഹുവിനെപ്പറ്റി ഓർമ്മിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരുടെ റബ്ബിൽ, രക്ഷിതാവിൽ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നവരുമാണവർ. അല്ലദീന യുഖീമൂനസ് സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. അവർക്ക് നാം നൽകിയതിൽ നിന്നും ചിലവഴിക്കുന്നവരുമാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അക്കൂട്ടർ അവർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവർക്ക് അവരുടെ റബ്ബിൽ നിന്ന്, അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ധാരാളം പദവികളും പാപമോചനവും മാന്യമായ ഉദാരമായ ഉപജീവനവുമുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉടനെ തെറ്റുകളിൽ നിന്നും പിന്മാറണം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട്, അത് കേട്ടുകൊണ്ട്, അതിനെ പഠിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കണം. എല്ലാ കാര്യങ്ങളും തകിടുകളിലും ചരടുകളിലും മറ്റുള്ള മഹാന്മാരിലും ഭരമേൽപ്പിക്കാതെ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. നമസ്കാരം കൃത്യസമയത്ത് മുറ പോലെ നിർവഹിക്കുന്നവരാവണം. നമസ്കരിക്കുന്നവർ എന്ന് പറയാതെ അല്ലദീന യുഖീമൂനസ് സ്വലാത, നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും മറ്റുള്ള പുണ്യകർമ്മങ്ങളിലും ആത്മാർത്ഥതയോടെ കഴിവിനനുസരിച്ച് ചിലവഴിക്കണം. അങ്ങനെ അള്ളാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് അള്ളാഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.